ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നമ്മളുടെ CSEB സബ് സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യമായിട്ട് ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമിൻ്റെ സിലബസ് എന്നും ഒക്കെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഒരു വെബിനാറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ പല ആളുകളും ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്കിതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാവോ എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സിലബസ് സബ് സ്റ്റാഫ് കാറ്റഗറിയിൽപ്പെട്ട സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള പരീക്ഷയാണ് നടക്കുന്നത്. ആദ്യമായിട്ടാണ് പരീക്ഷ CSEB നടത്തുന്നത്, പ്രൊമോഷൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയിലെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇംഗ്ലീഷ് 5 മാർക്ക്, പൊതുവിജ്ഞാനം 10 മാർക്ക്, ലഘുഗണിതം 5 മാർക്ക്, സഹകരണ തത്വങ്ങൾ സ്ഥാപനങ്ങൾ 10 മാർക്ക്, കേരള സഹകരണ സംഘം നിയമം 15 മാർക്ക്, കേരളത്തിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ 15 മാർക്ക്, ബാങ്കിങ് 15 മാർക്ക്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് 15 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിനാണ് നമ്മളുടെ പരീക്ഷ നടക്കുന്നത്. ഒരു 3 മാസം നമുക്ക് എന്താണ് മുന്നിലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു 12 ആഴ്ചയിലെ ടൈം ടേബിൾ ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റഡി പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമും മറ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതായത് വെറുതെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചധികം ടൈം കിട്ടും. നിങ്ങൾക്ക് ജോലി ടൈം കഴിഞ്ഞിട്ടാണ് പഠിക്കാനിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ 12 ആഴ്ചകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആഴ്ചയിൽ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്പെല്ലിങ്, നൗണ്, വേർബ്, ടെൻസ്, ആർട്ടിക്കിൾസ്, അഡ്ജക്റ്റീവ്, പിന്നെ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻ. രണ്ടാമത്തെ ആഴ്ചയിൽ പൊതുവിജ്ഞാനം, കേരളം, കായികം, ലോകം, കലാ, കായികം, സാഹിത്യം, ഭരണഘടന, സമകാലികം. മൂന്നാമത്തെ ആഴ്ചയിൽ ലഘുഗണിതം, ശതമാനം, അനുപാതം, ലാഭനഷ്ടം, ലളിത വായ്പകൾ. നാലാമത്തെ ആഴ്ചയിൽ കമ്പ്യൂട്ടർ, MS വേർഡ്, എക്സൽ, ഇൻ്റർനെറ്റ്, ഇമെയിൽ. സാധാരണ നമ്മൾ പറയാറുള്ളത്, നമ്മുടെ സാധാ സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറുള്ളത്, ഡെയിലി നിങ്ങൾ എല്ലാ സബ്ജക്റ്റും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലൂടെയും കടന്നു പോകണം. എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കാൻ കുറച്ച് പോർഷൻ പഠിക്കാൻ കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സബ്ജക്റ്റാണ് ഡെയിലി പഠിക്കാൻ ആയിട്ടുള്ളത്. കാരണം ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് കുറച്ചധികം കവർ ചെയ്ത് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നിങ്ങളോട് ഡെയിലി ഒരു സബ്ജക്റ്റിൻ്റെ ചില പോർഷൻസ് മാത്രം തരുന്നത്. പിന്നെ 5ാമത്തെ ആഴ്ചയിൽ സഹകരണ തത്വങ്ങളിൽ ICA, സാമൂഹ്യ തത്വം, ചരിത്രം, ഇന്ത്യ, സഹകരണ പുരോഗതി. 6ാമത്തെ ആഴ്ചയിൽ സഹകരണ നിയമം. പിന്നെ 7ാമത്തെ ആഴ്ചയിൽ സഹകരണ നിയമം ഭാഗം 2. 8ാമത്തെ ആഴ്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ, മാർക്കറ്റിംഗ് സൊസൈറ്റി, ഹൗസിംഗ് സൊസൈറ്റി, ആപ്പ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സബ് സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ജനറൽ കാറ്റഗറിയിലും നമ്മൾ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെ സിലബസ് വ്യത്യാസമുണ്ട്. 2 കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ 9ാമത്തെ ആഴ്ച ബാങ്കിങ് ആണ്. ബാങ്കിങ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് നോളേജ് ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു OMR എക്സാമിൻ്റെ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ചിലപ്പം എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, പിന്നെ റിവിഷനാണ്. പ്രോപ്പർ റിവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏതൊരു എക്സാമിൻ്റെയും വിജയത്തിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ആ പ്രോപ്പർ എക്സാംസ് നമ്മൾ നടത്തും, റിവിഷൻ എക്സാംസ് നടത്തും, നല്ല രീതിയിൽ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡെയിലി നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് 1 to 2 hours ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ആഴ്ചയിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട സെക്ഷൻ റൂളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ആ രീതിയിൽ നല്ല രീതിയിലൊരു പഠനം നമുക്ക് എന്താണ് കാഴ്ചവെച്ച് നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രൊമോഷൻ എന്ന് പറയുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ലക്ഷ്യം ജോലി കിട്ടുക എന്നുള്ളതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു കുറച്ചും കൂടിയും
പ്രൊമോഷൻ ആവുക അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ CCU നിങ്ങളോടൊപ്പം ഉണ്ട്. CCയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. താങ്ക്